ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതും ഇല്ലാതൊക്കെയായിട്ടുള്ള പരാതികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം 11 എണ്ണത്തിൽ പോലീസ് കേസെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ശ്രീജിത്തിൻ്റെയും സിദ്ദീഖിൻ്റെയും മുകേഷ് MLAക്കും എല്ലാം എതിരായിട്ടുള്ള പരാതിയും ഉൾപ്പെടും. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് പരസ്യമാക്കി നിയമ നടപടികൾക്ക് കടക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതിന് സർക്കാർ ഒരമാന്തവും കാണിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ആരെയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള നിലപാടും ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കുന്നില്ല. ഭരണപക്ഷത്തെ MLAക്കെതിരെ പോലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുമ്പോട്ടേക്ക് പോകുന്ന ഗവൺമെൻറ്റാണ് ഇത്. ഇക്കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ സർക്കാർ സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ വളരെ ഗൗരവപൂർണമായ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് മുകേഷ് രാജിവെക്കണമോ എന്ന ചോദ്യമാണ്. മുകേഷിൻ്റെ രാജിയെ സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഞങ്ങൾ ഈ സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തി. നാഷണൽ ഇലക്ഷൻ വാച്ച് റിപ്പോർട്ട്, അതാണ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇന്ത്യ രാജ്യത്ത് 16 MP-മാരും 135 MLAമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. 16 MP-മാരും 135 MLAമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. അതിൽ BJP 54, കോൺഗ്രസ് 23, TDP 17, ആം ആദ്മി പാർട്ടി 13 എന്നിങ്ങനെ വിവിധ കക്ഷികളിലുള്ളവർ ഇത്തരം കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. അവരാരും MP സ്ഥാനമോ MLA സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ 2 MLAമാർക്കെതിരായി കേസുണ്ട്. ഒരാൾ ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ എടുത്ത നടപടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, IB ഈഡൻ, പീതാംബരക്കുറുപ്പ്, ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അവരാരും MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. മന്ത്രിമാരായിട്ടുള്ളവർ ആ സ്ഥാനം രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് സ്ഥാനം, അതാണ് മന്ത്രി എന്ന് പറയുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെയുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ ഉണ്ടാവാൻ ഇടയുള്ള ഇടപെടൽ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരായി ഇരിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവരെ മാറ്റി നിർത്തുക എന്ന കാര്യം ആലോചിച്ചത്. കുഞ്ഞാലിക്കുട്ടി ഇത്തരം കേസിൽ പ്രതിയായിരുന്നപ്പോൾ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത്. LDF ഇത് സംബന്ധിച്ചെടുത്ത തീരുമാനവും ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്. PJ ജോസഫ്, നീല ലോഹിതദാസ് നാടാർ, ജോസ് തെറ്റയിൽ ഇവരെല്ലാം MLA സ്ഥാനം ആരും രാജിവെച്ചിട്ടില്ല. മന്ത്രിമാരായിരുന്ന സന്ദർഭത്തിൽ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത്. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട്
നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല. അത്തരമൊരു നിലപാട് സാമാന്യ നീതി നിഷേധിക്കുക എന്ന കാര്യത്തിലേക്കാണ് എത്തിച്ചേരുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ പ്രതികൾക്ക് അവസരം നൽകണമെന്ന പ്രസ്താവന ശശി തരൂർ നടത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിലുള്ള അനുഭവം കൊണ്ടായിരുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട സമിതികളിൽ അംഗമായി ഇരിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പാർട്ടി കൈക്കൊള്ളുന്നത്. അപ്പോൾ ഇവിടെ ഉന്നതാധികാര സമിതികളിലുള്ള പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും MLA എന്ന നിലയിൽ നൽകേണ്ടതില്ല. അത് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാട് അതാണ്. നീതി എല്ലാവർക്കും ലഭ്യമാകണമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും MLA ആയി എന്നുള്ളതുകൊണ്ട് നൽകേണ്ടതില്ല. ഇതാണ് പാർട്ടിയുടെ അഭിപ്രായം. നീതി എല്ലാവർക്കും ലഭ്യമാക്കണമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. അത് ഏത് ഉന്നതനായാലും നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നതാണ് പാർട്ടിയുടെ നയം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തണം. ധാർമ്മികമായി രാജിവെച്ചാൽ കുറ്റവിമുക്തമാക്കപ്പെട്ടു കഴിഞ്ഞാൽ ധാർമ്മികമായി തിരികെ വരാനാവില്ല. ധാർമ്മിക നിയമസംഹിത ഇല്ല. ഉള്ള നിയമം തിരഞ്ഞെടുപ്പ് നിയമമാണ്. അപ്പോൾ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുകയും കുറ്റവിമുക്തനാവുകയും ചെയ്താൽ ധാർമ്മിക നീതിയനുസരിച്ച് തിരിച്ചു വരാനാവാത്ത നിയമ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് നിയമം മാത്രമേ അക്കാര്യത്തിൽ കൈകാര്യം ചെയ്യാനാവുള്ളൂ എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ധാർമ്മികതയുടെ പേരും പറഞ്ഞ് രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടെ നടക്കുന്ന ഏത് ശ്രമത്തെയും അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. കുറ്റവും ആരോപിതൻ ആയ ആളാണല്ലോ നിയമത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അങ്ങനെ കുറ്റാരോപിതൻ മാത്രമായ ഘട്ടത്തിൽ രാജ്യാവശ്യം അംഗീകരിക്കുന്നില്ല. എന്നാൽ കുറ്റം അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചു മറ്റുള്ള ഇപ്പോൾ കാണുന്ന ഈ മുറവിളിയൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ലെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുകയാണ്.